നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മിനി സ്ക്രീനിലൂടെ എത്തി നിരവധി ചിത്രങ്ങളിൽ നായികയായി തിളങ്ങി നിൽക്കുന്ന താരമാണ് നമിത പ്രമോദ്. ബാലതാരമായി സിനിമയിലേക്ക് കടന്നു വന്ന താരം നിവിൻ പോളി നായകനായ പുതിയ തീരങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് നായിക പദവിയിലേക്ക് ഉയരുന്നത്. സൗണ്ട് തോമ, അടികപ്പിയരെ, കൂട്ടമണി, ചന്ദ്രേട്ടൻ എവിടിയ, അമർ അക്ബർ അന്തോണി തുടങ്ങിയ മികച്ച ചിത്രങ്ങളുടെ ഭാഗമാവുകയും മലയാളത്തിലെ പ്രശസ്തരായ യുവതാരങ്ങൾക്കൊപ്പം താരം അഭിനയിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായ നമിത പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട്. ഇപ്പോഴിത് ദിലീപുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് പറയുകയാണ് നടി. സൗണ്ട് തോമ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് നടൻ ദിലീപുമായിട്ടുള്ള സൗഹൃദം തുടങ്ങുന്നത് എന്നാണ് നമിത പറയുന്നത്. ഇപ്പോഴും നല്ല സുഹൃത്തുക്കളായി പോവുകയാണ് ഇരുവരും. എന്നാൽ ദിലീപിന്റെ ചവിട്ടുകൊണ്ട് തന്റെ കാലിലെ വിരൽ ഒടിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയുകയാണ് നടി. ഇപ്പോൾ ഒരു ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നടി. ദിലീപിനൊപ്പം അഭിനയിച്ച സൗണ്ട് തോമ എന്ന ചിത്രത്തിലെ ഒരു പാട്ട് കാണിച്ചിട്ട് അതിനെപ്പറ്റിയുള്ള ഓർമ്മ പങ്കുവയ്ക്കാനാണ് അവതാരക ആവശ്യപ്പെട്ടത്. ഇതിനെപ്പറ്റി പറയാനേ തനിക്കുള്ളൂ എന്നാണ് നടിയുടെ മറുപടി. കാരണം അത് ഒറ്റ ടേക്കിൽ എടുത്തതാണ്. ഞാൻ ആദ്യ നായികയായി വന്ന സിനിമ പുതിയ തീരങ്ങളാണ്. ആ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ എല്ലാവരും എന്നെ ഭയങ്കര കംഫർട്ട് ആക്കിയിരുന്നു. പക്ഷെ സൗണ്ട് തോമയിലേക്ക് വന്നപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു പേടി പോലെ തോന്നി തുടങ്ങി. അന്ന് ലൊക്കേഷനൊക്കെ കണ്ട് തിരിച്ചുപോയി. പിന്നീട് ഷൂട്ടിങ്ങിനായി വന്ന് ജോയിൻ ചെയ്ത ആദ്യ ദിവസം എടുത്തതാണ് ഈ സോങ്. അതും ഫാസ്റ്റ് ട്രാക്കുള്ള പാട്ട്. അതിനു മുൻപ് പിന്നെ ഞാൻ ഡാൻസ് കളിച്ചത് സ്കൂൾ പഠിക്കുമ്പോഴാണ്. ശരീരം അനങ്ങി ഒന്ന് ഡാൻസ് ഒക്കെ കളിച്ചത് അപ്പോഴാണ്. മാത്രമല്ല മാസ്റ്റർ വന്ന് സ്റ്റെപ്പ് കാണിച്ചു തന്നതോടെ എന്റെ കിളി പോയി. ഈ ജന്മത്തെ എനിക്കിത് ചെയ്യാൻ പറ്റില്ലെന്ന അവസ്ഥയായി. ആദ്യ ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇതത്ര നിസ്സാരമല്ലെന്ന് എനിക്ക് മനസ്സിലായി. വിഷമം തോന്നിപ്പോയി. രണ്ടാമത്തെ ദിവസം ആവുമ്പോഴേക്ക് കാലും ശരീരവും ഒക്കെ അനക്കാൻ പറ്റാത്ത പോലെ വേദനിക്കാൻ തുടങ്ങി. പക്ഷെ ചെയ്താലല്ലേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പൊക്കെ പഠിച്ചു വരികയാണ്. അങ്ങനെ പാട്ടിനിടയിൽ ദിലീപേട്ടൻ ചാടി ചാടി വരുന്ന ഒരു സ്റ്റെപ്പുണ്ട്. അത് ചിത്രീകരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. എന്നാൽ പുള്ളി നേരെ ചാടിത്തുള്ളി വന്ന് ലാൻഡ് ചെയ്തത് എന്റെ കാലിലേക്കാണ്. അങ്ങനെ കാലിന്റെ ചെറുവിരൽ ഒടിഞ്ഞു. ഇപ്പോഴും ആ വിരൽ എനിക്ക് മടക്കാൻ കഴിയില്ല. പക്ഷെ അന്ന് അതൊന്നും ശ്രദ്ധിക്കാതെ ആ വേദനയും സഹിച്ചാണ് ബാക്കി ഷൂട്ട് ചെയ്തത്. ഇതോടെ വിഷമം കൂടി. മൂന്നാം ദിവസമൊക്കെ ആയപ്പോഴേക്കും ഞാൻ ആകെ അവശയായി. എങ്കിലും അതങ്ങ് ഓക്കെ ആയി പോയെന്നും നടി പറയുന്നു. സൗണ്ട് തോമയിലെ പാട്ടുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ഇതൊക്കെയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയും വിഷമിച്ചും എടുത്ത പാട്ട് അതാണ്. അതൊരിക്കലും ഞാൻ മറക്കില്ലെന്നും നമിത പറയുന്നു. ടെലിവിഷൻ രംഗത്ത് നിന്നുമാണ് നമിത സിനിമാ രംഗത്തേക്ക് കടക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ നായികയായി തുടക്കം കുറിച്ച നമിത വളരെ പെട്ടെന്ന് സിനിമാ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടു. ട്രാഫിക് എന്ന സിനിമയിലെ ചെറിയ വേഷത്തിലൂടെയായിരുന്നു തുടക്കം. പിന്നീട് പുതിയ തീരങ്ങൾ, പുള്ളിപ്പുലികളും മാട്ടിൻകുട്ടിയും, സൗണ്ട് തോമ, ചന്ദ്രേട്ടൻ എവിടിയ തുടങ്ങിയ സിനിമകളിൽ നമിത വേഷമിട്ടു. തുടരെ സിനിമകൾ ചെയ്തിരുന്ന നമിതയുടെ കരിയറിൽ ഇടയ്ക്കിടെ ഒരു ഇടവേളയും വന്നു. ഇടക്കാലത്ത് നടിയെ സിനിമകളിൽ കാണാനേ ഇല്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും സിനിമകളിൽ സജീവമാവുകയാണ് നടി.